നമസ്കാരം. ഗോവിന്ദസ്വാമി ചാടി 24 മണിക്കൂറിന് ശേഷമാണ് സത്യത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഗോവിന്ദസ്വാമിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നറിയാം, ഈ ഗോവിന്ദസ്വാമിക്ക് ഒറ്റ കൈയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ കൈയേ ഉള്ളൂ. അങ്ങനെ ഒറ്റ കൈയുള്ള ഒരാൾ കണ്ണൂരിനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും അതീവ സുരക്ഷ ഉള്ള ഒരു ജയിലിൽ, അതിനേക്കാൾ അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്കിൽ, 10ാം നമ്പർ ബ്ലോക്കിൽ കഴിയുന്ന ഒരു കൈ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു കൈപ്പത്തി മാത്രമുള്ള ഗോവിന്ദസ്വാമി ജയിൽ ചാടിയെങ്കിൽ, അതാണ് ഞാൻ പറയുന്നത്, അയാൾ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്കല്ല, അയാൾക്ക് കൃത്യമായ സപ്പോർട്ട് കിട്ടി. ആരൊക്കെയോ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് സഹായിച്ചു. അതൊരു ലോക്കൽ പോലീസുകാരനോ ലോക്കൽ തടവുകാരോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരോ സഹായിച്ചു. എന്തിനു വേണ്ടി എന്നതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഗോവിന്ദസ്വാമി തടവ് ചാടി, പക്ഷേ ഉദ്ദേശം നടപ്പിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിനു മുമ്പ് ഏതൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കണ്ണിൽപ്പെട്ടു. പിന്നെ ഇയാളെ പത്രപ്രവർത്തകരും സോഷ്യൽ മീഡിയയും അതുപോലെ നാട്ടുകാരും എല്ലാം കൂടി, ഇയാളെ എല്ലാവർക്കും അറിയാലോ, അങ്ങനെ പിടിച്ചുപോയി. അപ്പോൾ ചാടിച്ച ഉദ്ദേശം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും 7.5 മീറ്റർ ഉയരമുള്ള ഈ മതിലിൽ, അതിലൊരു മതിൽ ബ്ലോക്ക് അഴിമുറിച്ചിറങ്ങി, പിന്നെ ഏതാണ്ട് 10-25 മീറ്റർ നടന്ന് ഈ മതിലിലെത്തി. ആ മതിലിൽ കയ്യിലുള്ള മുണ്ട്, 1-2 മുണ്ട് കൂട്ടിക്കെട്ടി മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ എങ്ങനെ കെട്ടി മുകളിൽ ആര് കെട്ടിക്കൊടുത്തു എന്നാണല്ലോ കയറാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് മറുവശത്തേക്ക് ഇട്ട് കൊടുക്കണം. മുണ്ട് മറുവശത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് വളരെ ശക്തമായി 2-3 പേർ നിന്ന് പിടിച്ചെങ്കിലേ ഗോവിന്ദസ്വാമിക്ക് കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകണം മതിലിൻ്റെ മുകളിലേക്ക് കയറാൻ. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ മുണ്ട് അവിടെ കെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നോക്കണം. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കണം. ഗോവിന്ദസ്വാമി വധശിക്ഷയിൽ നിന്ന് മോചിതനായത് എങ്ങനെ? സുപ്രീം കോടതി വരെ പോയിട്ടാണ്. 10-25 ലക്ഷം രൂപ എന്തായാലും ചെലവാക്കിയിട്ടുണ്ടാവും. ജയിലിൽ കിടക്കുന്ന ഗോവിന്ദസ്വാമിക്ക് സുപ്രീം കോടതി വരെ പോകാൻ ആരാണ് സഹായം ചെയ്തു കൊടുത്തത്? അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് ആരാണ് ഇറങ്ങിയത്? അപ്പോൾ ആരൊക്കെയോ ഗോവിന്ദസ്വാമിൻ്റെ പിന്നിലുണ്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ജയിലിൽ ചാടാനും അതേ ഉള്ള ആൾക്കാർ തന്നെ സഹായിച്ചതായിക്കൂടെ? ജയിലധികാരികളെ സ്വാധീനിച്ചതായിക്കൂടെ? കണ്ണൂർ ജയില് പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടുത്തെ പോലീസുകാർക്കൊന്നും പ്രത്യേകിച്ച് റോളില്ല എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജയിലിൻ്റെ അതീവ സുരക്ഷയൊന്നും പ്രശ്നമല്ലായിരിക്കാം. പക്ഷെ എങ്കിലും കേരളത്തിലെ ഏറ്റവും അതീവ സുരക്ഷയുള്ള കണ്ണൂർ പോലുള്ള ഒരു ജയിലിൽ, ആ ജയിലിലെ ഏറ്റവും അതീവ സുരക്ഷയുള്ള 24 മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലുള്ള, അതും ശബ്ദമടക്കം നിരീക്ഷണത്തിലുള്ള ഒരു സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ആരും കാണാതെ ഈ മതിലിൻ്റെ അവിടെ വരെ നടന്നു വന്ന് 3 മതിൽ ചാടിക്കിടന്ന് ഗോവിന്ദസ്വാമി പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കുഴപ്പമെന്ന് കരുതേണ്ടി വരുന്നത്? ആരൊക്കെ സഹായിച്ചു? മതിലിൻ്റെ പുറത്ത് കയറാനും അവിടെ നിന്ന് കെട്ടാനും അങ്ങോട്ട് ഇറങ്ങാനും സഹായിച്ചു. അല്ലെങ്കിൽ മതിലിൻ്റെ പുറത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് തുണി ഇട്ട് കൊടുത്തു. ഏതായാലും മറുഭാഗത്ത് ഒരാൾ പിടിക്കാനില്ല എന്നുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല. ഗോവിന്ദസ്വാമിക്ക് ഒറ്റ കയ്യേ ഉള്ളൂ. 3 മതിലും കടന്ന് ഇങ്ങനെ ഗോവിന്ദസ്വാമി അപ്പുറത്തെത്തിയെന്ന് ചോദിച്ചാൽ ഒരു വല്ലാത്ത ഒരു അമാനുഷിക ശക്തി ഒരുപക്ഷെ ഗോവിന്ദസ്വാമിക്ക് ഉണ്ടാവും. ഒറ്റ കൈപ്പത്തിയേ ഉള്ളൂ, ഒരു കയ്യേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. അപ്പോൾ എന്തായാലും ഗോവിന്ദസ്വാമിക്ക് ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് വാർത്ത ചെയ്തിട്ട് കാര്യമില്ല. 2 കാരണങ്ങൾക്കായിരിക്കും അത്തരത്തിലൊരു സഹായം ഗോവിന്ദസ്വാമിക്ക് ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ പുറത്ത് ഒരു ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അതിനുവേണ്ടിയായിരിക്കും ഗോവിന്ദസ്വാമി ഇറക്കി വിട്ടിട്ടുണ്ടാകുക. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തോ മറയ്ക്കാൻ. ഇവിടെ ഇന്നലെയും ഇന്നുമായി എന്ത് വാർത്തയാണ് മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കേണ്ടത് എന്നും കൂടി ഒന്ന് ചിന്തിച്ചാൽ മതി. ഗോവിന്ദസ്വാമിക്ക് അറിയാത്ത കിടന്നില്ലല്ലോ. ജയിലിൽ കിടക്കുന്ന അയാൾ ജയിൽ ചാടി പുറത്തേക്ക് വന്നാൽ പിടിക്കപ്പെടുമെന്നും പിടിച്ചിട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാവുന്ന അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരാൾ ഇങ്ങനെ ചാടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ചാടിയിട്ടുണ്ടെങ്കിൽ, അതും ഗോവിന്ദസ്വാമിയെ പോലുള്ള ഒരാൾ ചാടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചാടാൻ പറ്റൂല എന്ന് എനിക്കറിയാം. എന്നെപ്പോലെ മറ്റുള്ളവർക്ക് നിങ്ങൾക്കും ഒക്കെ അറിയാം. അപ്പോൾ ആരൊക്കെയോ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന്, അത് ഉദ്യോഗസ്ഥന്മാരാണോ, ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ തടവുകാരാണോ എന്നൊക്കെ എന്നെ അറിയാനുള്ളൂ. ഏതായാലും ആ മതിലിൻ്റെ മുകളിൽ, ആ ഫെൻസിങ്ങൊക്കെ ഉള്ള ആ മതിലിൻ്റെ മുകളിലേക്ക് അയാൾ കയറിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് 1.5 മീറ്റർ ഉയരത്തിലേക്ക് ആരെങ്കിലും എടുത്തു വെച്ചേ പറ്റൂ ഗോവിന്ദസ്വാമി. അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് അയാൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. അവിടെ നിന്ന് കെട്ടി മറുവശത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു സഹായം അവിടെ ലഭിച്ചിട്ടുണ്ട്. ആ സഹായം ആര്, എന്ത്, എങ്ങനെ എന്ന് CCTVക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ പറയുന്നത് കറണ്ട് ഇല്ല എന്നാണ്. അതായത് ആ സമയത്ത് കറണ്ട് പോയിരുന്നു, അതുകൊണ്ട് ഫെൻസിങ്ങിൽ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് പിടിക്കാതെ പോയത്.
ഇനി ആ സമയത്ത് ചിലപ്പോൾ CCTV ഓഫായിരിക്കും, കറണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് CCTVയും ഓഫായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയുമായിരിക്കും. ഇനി ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ആ ചാമിക്ക് ഒരു കൈപ്പത്തിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സർക്കാരോ പാർട്ടിയോ അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥരോ മറ്റാരും അറിയാതെ ആയിരിക്കില്ല എന്ന് മാത്രമാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ ഒരു വീഡിയോയ്ക്ക് പ്രസക്തി ഉണ്ടോ? ഇല്ല, എന്തും നടക്കും. Different angles. Don't forget to subscribe and support this channel.